ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞങ്ങൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് എന്താ വെച്ചാൽ, ഈ വീടിൻ്റെ ബാക്ക് സൈഡിൽ കണ്ടില്ലേ, ഫൗണ്ടേഷനാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഫൗണ്ടേഷനൊക്കെ കീറി വെച്ചിട്ടുണ്ട്. ഈ വീടിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ഷെഡ്, അതായത് വീടിനോട് ചേർത്ത് ഉണ്ടാക്കിയിരുന്ന, അതായത് വർക്കേരിയയും കിച്ചണൊന്നുമല്ല കേട്ടോ, ഒരു ഷെഡ് ഉണ്ടായിരുന്നു. അത് വിറകൊക്കെ വെച്ചിന് ഒരു അത്യാവശ്യം വീടിൻ്റെ മറയ്ക്ക് ചേർത്തുണ്ടാക്കിയ നല്ല വീതി വലിപ്പമുള്ള ഒരു ഷെഡായിരുന്നു. അതിൻ്റെ മുകളിൽ ഷീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഷെഡിൽ ഈ വീടിൻ്റെ ഇതിപ്പോൾ നമ്മളൊരു ഉപയോഗം, അതായത് ഈ വീട്ടിൻ്റെ ഉള്ളിലെ വർക്കേരിയും കിച്ചനും വളരെ സൗകര്യം കുറച്ച് കുറഞ്ഞത് കൊണ്ട് നമ്മൾ ഈ ഒരു സ്പേസ് കറക്റ്റ് യൂസ്ഫുള്ളാക്കാൻ വേണ്ടിയിട്ട്, അതായത് വർക്കേരിയും കിച്ചനെ ഒന്ന് നീട്ടി ഒന്ന് വലുതാക്കി സെറ്റപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഏരിയ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ഒരു ഫൗണ്ടേഷന്, ഒരു ബേസ്മെൻറ്റ്, അതേമാതിരി അതിൻ്റെ ചുമരുകളൊക്കെ കെട്ടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, അതിൻ്റെ ഫൗണ്ടേഷൻ വർക്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താ ഫൗണ്ടേഷനാണ് കാണുന്നത്. വീടിൻ്റെ കറക്റ്റ് തറ പഴയ ഉണ്ടായിനെ ഫൗണ്ടേഷൻ കറക്റ്റാക്കി വാട്ടർ ലെവൽ ചെയ്തൊരു കല്ലിൻ്റെ പീസൊക്കെ പൊട്ടിച്ച് ഗ്യാപ്പിലൊക്കെ പീസൊക്കെ അടിച്ച് കയറ്റി മണ്ണിട്ടിട്ട് നല്ല വെള്ളം വരുന്നതിനാണ് നമ്മൾ ഫൗണ്ടേഷൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഫൗണ്ടേഷൻ്റെ കാര്യത്തിൽ പൊതുവെ ആളുകൾക്ക് ഭയങ്കര സംശയമാണ്. കാരണം ഫൗണ്ടേഷൻ എങ്ങനെ ചെയ്യണം, എത്രത്തോളം താത്തണം എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ ഇതിപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന സൈറ്റ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് വെറും ഒരു എൽ ഷേപ്പ് മാത്രമേ മുട്ടിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഒരു എൽ ഷേപ്പിനുള്ള ഫൗണ്ടേഷൻ നമ്മൾ കെട്ടിയിട്ടുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു സൈറ്റ് കറക്റ്റ് പാറയിലാണ് നിൽക്കുന്നത്. ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ കറക്റ്റ് 90 ഡിഗ്രി മൂലം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മൂലം എന്ത് ചെയ്യണം, കറക്റ്റ് 90 ആക്കി മാറ്റണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ പടുക്കുമ്പോൾ കറക്റ്റ്, അതായത് നമ്മളെ വലിവൊന്നും കറക്റ്റായി കിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇതിപ്പോൾ ഫൗണ്ടേഷൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ തറ കെട്ടാണ്ട്. അപ്പോൾ തറ കെട്ടാൻ ഈ മൂലയിലുണ്ടായതിന് ചുമരനെ പൊളിച്ചിട്ടുള്ള കല്ലെന്നാണ് നമ്മൾ കെട്ടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫൗണ്ടേഷൻ എങ്ങനെയാണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ, ഫൗണ്ടേഷന് നമുക്കറിയാം, ഒരിക്കലും നമ്മൾ ഒരു ഫൗണ്ടേഷനൊക്കെ കിട്ടുമ്പോൾ കറക്റ്റായി ചിലപ്പോൾ ചില ഏരിയകളിൽ പാറ ഉണ്ടാവും, ചില ഏരിയകളിൽ മണ്ണുണ്ടാവും. അത് കുണ്ടായിട്ടും കറക്റ്റ് ലെവലായിട്ടൊന്നല്ല ഉണ്ടാവുക. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഫൗണ്ടേഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പാറയുള്ള ഏരിയ ആണെങ്കിൽ നമുക്ക് പാറ വന്ന് നിർത്തിയിട്ട് ഫൗണ്ടേഷൻ കെട്ടി കൊണ്ടുവരാവുന്നതാണ്. പിന്നെ ചില മണ്ണുകൾ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ചില ഏരിയകൾ ചതുപ്പ് മണ്ണൊക്കെ ഉണ്ടാവും. അപ്പം ചതുപ്പുള്ളിടത്തൊക്കെ നമ്മൾ കരിങ്കല്ല് ഉപയോഗിക്കും. ഫൗണ്ടേഷന് മാത്രം കരിങ്കല്ല് ഉപയോഗിച്ചിട്ട് ഫൗണ്ടേഷൻ്റെ മുകളിൽ ബെൽറ്റ് കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ നിന്നാണ് തറ കെട്ടൽ ചതുപ്പുള്ള ഏരിയയിലൊക്കെ. പിന്നെ ഇവിടുത്തെ ഈ കാണുന്ന ഒരു ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ അത്ര സ്ട്രിക്റ്റ് ഇല്ലാത്തൊരു ഫൗണ്ടേഷനാണ്. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ അടിയിൽ പാറയാണ്. ഇതിപ്പോൾ നമുക്ക് ഒരു 10 ഇഞ്ചോളം ഒരു കല്ലിൻ്റെ ഹൈറ്റിൽ നമുക്ക് ഇതിൻ്റെ ഫൗണ്ടേഷൻ വന്നിട്ടുള്ളൂ. കാരണം ചില കുണ്ടുള്ള ഏരിയകളിലൊക്കെ നമ്മൾ കുത്തുകളിലൊക്കെ പൊട്ടിച്ച് നിറച്ചതിന് ശേഷം കറക്റ്റ് ഒരു വരി കല്ല് ഏകദേശം വെച്ചിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ തറ കെട്ടിയിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ വീടിൻ്റെ ഹൈറ്റിൽ, അതായത് വീടിൻ്റെ തറയിൽ നിന്ന് ഏകദേശം ഒരു വരി തറൻ്റെ ഹൈറ്റ് കുറച്ചിട്ട് ഇനി നമ്മൾ ഈ പഴയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പഴയ ഈ ഷെഡിൻ്റെ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ ഫ്ലോറൊക്കെ ലെവൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു വരി കുറച്ചിട്ട് 20 സെൻറ്റിയോളം കുറച്ച് ഇനി ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പം ക്ലൈൻറ്റിൻ്റെ ഒരു ആവശ്യം എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ, അതായത് ഒരു വരിമ്പാടെ കൂട്ടിയിട്ട് നമ്മളിപ്പോൾ ഈ കെട്ടുന്ന സ്ഥലത്ത് 4 വരി വെക്കുന്നുണ്ട്. അപ്പോൾ കെട്ടുന്ന സ്ഥലത്ത് മാത്രമേ 4 വരി ഉള്ളൂ. പക്ഷേ ബാക്കിയുള്ള ചുമര് കാണുന്ന ഏരിയയിലൊക്കെ 3 വരി തറയേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഇതിനുള്ളിൽ മണ്ണിട്ട് നിറച്ച് കണ്ട് ഏകദേശം ഫുള്ളായിട്ട് ഫ്ലോറ്, അതായത് കുറച്ച് ഹൈറ്റ് പൊന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 4 വരി കെട്ടിയിട്ടുള്ളത്. ഈ 4 വരിൻ്റെ ഹൈറ്റിൽ നമ്മൾ എന്ത് ചെയ്യും, ഓൾറൗണ്ട് ഇതിൻ്റെ ഫ്ലോർ മൊത്തത്തിൽ മണ്ണും ഇതൊക്കെ ഇട്ട് നിറച്ച് കോൺക്രീറ്റ് ചെയ്തിട്ടാണ് ടൈൽ വർക്ക് ചെയ്യാന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഇപ്പോൾ നമ്മളിവിടെ 4 വരി ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ തറൻ്റെ വർക്ക് ഏകദേശമായിട്ടുണ്ട്. പിന്നെ തറൻ്റെ പണി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫൗണ്ടേഷന് മാത്രമേ എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, ഒരു 60 സെൻറ്റ് വീതിയിലൊക്കെ ബാക്കിലൊക്കെ കല്ല് വെച്ച് സെറ്റാക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഫൗണ്ടേഷൻ തറക്ക് വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും എന്ത് ചെയ്യുക, വീടിനായ പോലും ഒരു മുറിക്കല്ലുകൾ, അതായത് തട്ടുകല്ല് ഉപയോഗിച്ചാൽ മതി. തട്ടുകല്ല് പാക്കിട്ട് വിലങ്ങിട്ട് കണ്ടാണ് കെട്ടിയിട്ടുള്ളത്. കണ്ടോ, പൊതുവേ നമ്മൾ വീടിനൊക്കെ ഒരു 60 സെൻറ്റിലാണ് തറ കെട്ടാറുള്ളത്. ഇതിപ്പോൾ നമ്മൾ 80 സെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്, അതിനനുസരിച്ച് നമ്മൾ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഒരൊറ്റ കല്ല് വിലങ്ങിട്ട് കണ്ടാണ് കറക്റ്റ് ലെവലാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ മണ്ണിട്ട് നിറയ്ക്കാനുള്ളത് നമ്മളിവിടെ ഉണ്ടായിരുന്ന ഈ വീടിൻ്റെ 2ാം നില ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം പാരപ്പറ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഹോളോ ബ്രിക്സ് പെരൻ്റെ ചാട്ടത്തിനോട് ചേർത്ത് പടുത്തിട്ടുണ്ടായിരുന്നു കോൺക്രീറ്റിൻ്റെ. അത് പൊളിച്ചിട്ട വേസ്റ്റാണ് നമ്മളിപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പം നമുക്ക് മണ്ണ് കൊണ്ടുപോയിടുമ്പോൾ ലാഭം എന്താ വെച്ചാൽ, നമ്മൾ മണ്ണാണ് ഏറ്റവും നല്ലത്. ഈ മൂലയിലൊക്കെ പിന്നെ കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ സൈഡിലൊക്കെ വെച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ മണ്ണ് വെള്ളം വാരുമ്പം കറക്റ്റ് കല്ലിൻ്റെ ഉള്ളിലൊക്കെ കൂട്ടി പിടിച്ചിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ തറക്ക് നമ്മൾ സിമെൻറ്റ് ഇങ്ങനത്തെ ചെറിയ തറക്ക് കിട്ടുമ്പോൾ സിമെൻറ്റ് ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമുക്ക് എന്ത് ചെയ്യുക,
നല്ല മണ്ണുണ്ടെന്നുണ്ടെങ്കിൽ മണ്ണുമ്പോൾ തന്നെ തറ കെട്ടിയതിന് ശേഷം ഒരു പുറം സൈഡ് മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി, സിമെൻറ്റിൽ പോയിൻ്റ് ചെയ്താൽ മതി. ഇപ്പം നമ്മളിനി ഇത് പടുക്കാനുള്ള കല്ലാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. ഇപ്പോൾ ഒരു ലോഡ് കല്ല് ഇറക്കിയിട്ടുണ്ട്. കല്ല് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹെവി നല്ല ലുക്ക് കല്ലാണ്. കണ്ടോ എന്താ കല്ല് ഇങ്ങനെ ഉഷാറാവാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ കല്ല് ഇപ്പോഴത്തെ മെഷീൻ കല്ല്, അതായത് ഇലക്ട്രിക്കലൊക്കെ റെയിൽ വന്നതിന് ശേഷം ഫുള്ളായിട്ട് മെഷീൻ അടി 4 ഭാഗത്തും കല്ലിൻ്റെ 4 ഭാഗം ബ്ലേഡ് കയറുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇതിപ്പോൾ നമ്മൾ തേപ്പിൻ്റെ കനാണ് നോക്കുന്നത്. അതായത് ആ പഴയ തേപ്പിനോട് ചേർത്ത് വരാനുള്ളൊരു കനാണ് ഇപ്പോൾ നമ്മളെ കല്ലുമ്മ കൊടുത്തിട്ടുള്ളത്. ഏകദേശം നമ്മൾ മൂല തിരിക്കുക ഇപ്പോൾ ചെയ്യണത്. ഒക്കെ അങ്ങോട്ട് ചെയ്യൽ തന്നെയാണ്, അന്ന് പ്രശ്നമുള്ള കാര്യമില്ല. എന്ത് പണി നമ്മൾ ചെയ്തിട്ടേ പഠിക്കാൻ പറ്റുള്ളൂ. കണ്ടുകൊണ്ടൊന്നും നമുക്ക് ഒരിക്കലും ഒരു പണി പഠിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏത് പണിൻ്റെ പ്രത്യേകത. ഇപ്പോൾ നമ്മൾ ഓളോ ബ്രിക്സിൻ്റെ പൊട്ടൊക്കെ ഇട്ട് നിറച്ച് ഇപ്പോൾ നമ്മളതിൻ്റെ ഫ്രെയിം റെഡിയാക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ഉണ്ടാക്കിയിരുന്നൊരു സ്റ്റെപ്പാണ് നിങ്ങൾ എന്നാൽ കഴിഞ്ഞ വീഡിയോയിൽ ഇവിടെ കണ്ടത്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇതൊക്കെ 1 മീറ്റർ ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കല്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ കല്ല് നമുക്ക് ഫസ്റ്റ് കല്ല് എന്ന് പറഞ്ഞാൽ നമുക്ക് പഴയ കല്ലൊക്കെ കൊണ്ടുവന്നിക്കുകയാണെങ്കിൽ പഴയ ഒരു 4-5 കൊല്ലം മുമ്പ് കല്ല് എന്ന് പറഞ്ഞാൽ ചെത്തിക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ചെത്തേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം കല്ല് കൊണ്ടുവന്നാൽ ഡയറക്റ്റ് പടുക്കുക. പിന്നെ അത് മാത്രമല്ല നമുക്ക് കുറച്ച് സിമെൻറ്റ് ചിലവാകുന്നതുള്ളൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ കല്ലിൻ്റെ പ്രത്യേകത. കാരണം ഷേപ്പായിട്ട് ഒരേ അച്ചിൽ വരുന്ന മാതിരിയാണ് ഇപ്പോഴത്തെ കല്ല് വരുന്നത്. ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു സ്പേസിൽ തന്നെ ക്ലൈൻറ്റിന് ആ കാണുന്ന ചുമരിൻ്റെ അപ്പുറത്തൊരു ബാത്റൂം ഉണ്ടായിരുന്നത്, ആ ഏരിയ ലാസ്റ്റിൽ. അപ്പോൾ അവിടെ നമുക്ക് ഇനി വിറക് ആക്കിയിട്ട് ഈ ഒരു ഏരിയ മൊത്തത്തിൽ വർക്കേരിയയും കിച്ചണൊക്കെ ആയിട്ട് സെറ്റപ്പ് ആക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ബാത്റൂം അറ്റാച്ചായിട്ട് ഇതിനുള്ളിൽ തന്നെ വേണമെന്നാണ് ക്ലൈൻറ്റിൻ്റെ ആവശ്യം, ഇപ്പുറം സൈഡിൽ. അപ്പോൾ അതിനു വേണ്ടി ആ ബാത്റൂമിൻ്റെ ഉള്ളളവ് 1.45 സെൻറ്റ് ഉണ്ടായിരുന്നു. അതേ ഉള്ളളവ് തന്നെ ബാത്റൂം ഇവിടെ ഉണ്ടാക്കണം എന്നുള്ളതാണ് ക്ലൈൻറ്റിൻ്റെ ഒരു ആവശ്യം. അപ്പോൾ അതിനുകൊണ്ട് നമ്മൾ അവിടെ ഒരു വരി കീറിയിട്ട് ആ ഒരു ഏരിയ 2 ഇഞ്ചോളം പഴയ കോൺക്രീറ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ കാവി, അതായത് ബ്ലാക്ക് ഓക്സൈഡൊക്കെ ചെയ്തിട്ടുള്ള കാവ്യൊക്കെ ഉണ്ട്. അതിനൊക്കെ കുത്തി പൊളിച്ചിട്ട് ഒരൊറ്റ വരിയാണ് അതിൻ്റെ ഫൗണ്ടേഷനും ബേസ്മെൻറ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. അത് മതി നമുക്ക്. ഇങ്ങനെ ഇടയിലൊക്കെ മുറുക്കുമ്പോൾ ഒരൊറ്റ വരി ഇട്ടെടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു റാക്കാണിത്. ഈ റാക്ക് ഇവിടെ ഉണ്ട്, അതിൻ്റെ പഴയ റാക്കാണ്. അപ്പോൾ ഇത് ബാത്റൂമിൻ്റെ ഉള്ളിലായി പോകും. അപ്പോൾ അതിനോട് പൊളിച്ച് വെക്കാണ്. ആ റാക്ക് കാണാൻ കഴിയും. ഒരൊറ്റ കീറിലോടിയും കൊടുത്തിട്ടില്ല. ചുമര് കറക്റ്റ് 3 കെട്ടുമേൽ ആ റാക്ക് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിപ്പോൾ അതിൻ്റെ ഫ്രെയിം ഉണ്ടാക്കുകയാണ് ബാത്റൂമിൻ്റെ. അത് ബാത്റൂമിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നമ്മളൊരു 70 സെൻറ്റ് ഇപ്പോൾ ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് ഡോറിന്. അപ്പോൾ 70 സെൻറ്റ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മളെ ടൈൽസ് വർക്ക് കഴിഞ്ഞ് വരുമ്പോഴത്തേന് തേപ്പും ടൈലൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് 65 സെൻറ്റാക്കി മാറ്റും. പിന്നെ ഇനിയിപ്പോൾ ഇതിൻ്റെ പടവ്, അപ്പോൾ നമ്മൾ ഈ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മളവിടെ പടുത്ത് വരുന്നതിൽ കാണാൻ കഴിയും. അപ്പോൾ പടുത്ത് വരുമ്പോൾ ഒരു സൈഡിൽ ആ പഴയ തേപ്പിനോട് ചേർത്തിട്ടാണ് ആ പടവ് വരുന്നത്. നിങ്ങൾ കാണുന്നുണ്ടാവും. അതാ ഉണ്ടാവും മൂലയിൽ കറക്റ്റായിട്ട് എന്ത് ചെയ്യണ്, പഴയ തേപ്പാണ്. അപ്പോൾ ഈ ആ തേപ്പിനെ അവിടെ പൊളിച്ചിട്ടൊന്നുമില്ല. ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആ തേപ്പല്ലേ അവിടെ ജോയിൻറ്റ് തുടങ്ങല്ലേ, അവിടെ ഒരു 4-5 വരിക്ക് നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ ഒരു 10 വരിൻ്റെ വലിയ ചുമരമൊക്കെ മുട്ടിക്കണമെന്നുണ്ടെങ്കിൽ 2-3 വരിയൊക്കെ നമ്മൾ കൊത്തിട്ടിട്ട് ഗ്രൗട്ട് കൊടുക്കുക. ചുമരിൽ ഗ്രൗട്ട് ഉണ്ടോ, ഗ്രൗട്ട് തേച്ച് ടൈമിൽ ഗ്രൗട്ട് തേച്ചിട്ട് ആ 4 വരി സെറ്റാക്കിയാൽ മതി. പിന്നെ അതിൻ്റെ ശേഷം വരുന്നിടത്തേക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ചുമരിൻ്റെ ഇടയിൽ 2 ചുമരും കൂട്ടിക്കാണ്ട് 2 ഐറ്റമിൻ്റെ കമ്പിയോ അല്ലെങ്കിൽ ആ ചുമരിൻ്റെ തേപ്പൊക്കെ ഒന്ന് അടർത്തിയിട്ട് ചെയ്യണൊക്കെയാണ് ഏറ്റവും നല്ലത്. ഒരു കല്ല് അവിടെ നിന്ന് എടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ കല്ലെടുക്കുക. മറ്റേത് നമ്മൾ അങ്ങനെ പടുത്ത് കഴിഞ്ഞാൽ ക്രാക്ക് വരും, എന്തായാലും ക്രാക്ക് വരും. ടൈലൊട്ടിച്ചാലും പിന്നെ ക്രാക്ക് പിന്നെ ഒരു ഫുള്ളായിട്ട് വരും. അപ്പോൾ അത് നമ്മൾ ചെറിയൊരു വർക്കാണ്, ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ കണ്ടോ ഒരു 5 വരി ഇപ്പോൾ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ മുകളിലേക്ക് വെക്കുമ്പോൾ ആ ചുമരിൻ്റെ ഇത് അടർത്താൻ പോവാണ്. അപ്പോൾ ഇത് പഴയ ചുമരൊക്കെ പൂയിട്ട് കണ്ട് തേച്ചിൻ്റെ ചുമര, പൂവിൻ്റെ ഉറപ്പ് അത് പറഞ്ഞാൽ വേറെ തന്നെയാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ മെഷീൻ ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഉളി ആമർമലൊന്ന് കിട്ടാൻ കുറച്ച് പണിയാണ്. മെഷീൻ വെച്ചാൽ നമുക്കുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ പെട്ടെന്ന് സാധനം കിട്ടും എന്നുള്ളതാണ് മെഷീൻ കൊണ്ടുള്ള ഉപകാരം. കണ്ടോ, മെഷീൻ കൊണ്ട് 4 വരട്ട് കഴിഞ്ഞാൽ സാധനം തേപ്പ് അടർന്നു നമുക്ക് കറക്റ്റായിട്ട് അടർത്താം. മറ്റേ നമ്മളെന്താ വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള തേപ്പാണെങ്കിൽ നമ്മളിങ്ങനെ കൊത്തി ആ തേപ്പ് മൊത്തം ചുമരുമ്പോൾ നേരെ കൊടുക്കും. അതാണ് അതിൻ്റെ പ്രശ്നം. ഓവർ കൊത്താക്കാൽ ഏറ്റവും നല്ലത് വേഗം മെഷീൻ വെച്ച് അടർത്തുക, പൊളിക്കുക. ഇപ്പോൾ കണ്ടോ 2 ഐറ്റമിൻ്റെ കമ്പി കൊടുത്തതായിട്ട് കൂടെ കാണാൻ കഴിയും. ആ ഇളങ്കല്ലിൻ്റെ ഉള്ളിൽ കണ്ട ഐറ്റമിൻ്റെ കമ്പി കൊടുത്തിട്ടുണ്ട്. ഐറ്റമിൻ്റെ കമ്പി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ
2 ഇതൊക്കെ ഉണ്ട്. ഇപ്പം മൊത്തം 10 വരി ഉണ്ടെങ്കിൽ ഒരു 4ാം വരിയിൽ ഒന്നും പിന്നെ ഒന്ന് കൊടുത്താൽ മതി. പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു കല്ലിനുള്ള ഗ്യാപ്പും കൊടുത്താൽ കണ്ടില്ലേ, അയക്കാണ്ട് കയറുമ്പോൾ സൂപ്പറായി വരും. ഒരു ലീക്ക് അതാണ്, ഒരു ക്രാക്ക് ഉണ്ടാവില്ല എന്നുള്ള അതിൻ്റെ പ്രത്യേകത. ഇപ്പം നമ്മൾ കാണുന്നത് രാവിലെ പടുത്തതാണ് ആ ഒരു ഏരിയ. അപ്പോൾ ഉണങ്ങി അതിൻ്റെ മുകളിൽ ഇങ്ങനെ ബാക്കിയുള്ള പടുക്കുകയാണ്. കാരണം നമുക്കിന്ന് ഇവിടെ ലിൻഡലില്ല ഈ സൈറ്റിന്. ഇപ്പോൾ ഇവിടെ ലിൻഡലിന് പകരം നമ്മളൊരു പ്രത്യേക സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വീഡിയോ കാണിച്ചു തരുന്നുണ്ട്. ഏകദേശം ഫ്രെയിമൊക്കെ ആയിട്ടുണ്ട്. ബാത്റൂമായി 2x10 ലിൻഡലിൻ്റെ ഹൈറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ലിൻഡൽ ഓൾ റൗണ്ട് ചെയ്യണില്ല, നമുക്ക് കുറച്ചും പാടെ പണികളൊക്കെ ഉണ്ട്. ഇവിടെ ജനാലൊക്കെ മാറ്റാനുള്ളതാണ്. ഇതാ ഈ ഒരു ഏരിയയിലും ഏകദേശം ഉണ്ടോ അവിടെ ഗിൽസ് വരും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.